കാക്കനാടിനടുത്ത് പള്ളിക്കരയ്ക്കും കിഴക്കമ്പലത്തിനും ഇടയിലായി മനോഹരമായിട്ടുള്ള ഒരു വീട്. 5 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂമുള്ള വീടാണിത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുള്ള വീടുകൾ ആളുകൾ ചോദിക്കാറുണ്ട്. ഇത് അതേപോലെയുള്ള ഒരു വീടാണ്. മുകളിലത്തെ നിലയിൽ 1 ബെഡ്റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഭംഗിയുള്ള വീടിനെ കുറിച്ചാണ്. ഏകദേശം 10ഓളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ല വരുന്നത്. വില്ലയുടെ ഉള്ളിലുള്ള റോഡ് ഏകദേശം 3.5 മീറ്റർ വിഡ്ത്തുള്ള റോഡാണ് നൽകിയിരിക്കുന്നത്. എല്ലാ വീടുകളും സോൾഡ് ഔട്ടായി കഴിഞ്ഞു. ഇനി ഈ ഒരു വീട് മാത്രമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ പൂർണ്ണമായും ഒരു ബോക്സി ടൈപ്പ് എലവേഷനാണ് നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ എല്ലാം നോക്കിയാൽ അറിയാം. സ്ക്വയർ ബോക്സ് ടൈപ്പ് എലവേഷൻ നൽകിയിരിക്കുന്നത്. 2 ഡിഫറെൻറ്റ് കളർ പെയിൻറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ വൈറ്റ് പെയിൻറ്റിംഗ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്ക്വയർ 2 ഉപയോഗിച്ചിട്ടാണ് മുകളിലുള്ള പാരപ്പറ്റ് നൽകിയിരിക്കുന്നത്. താഴെ സിറ്റ് ഔട്ട് വരുന്നുണ്ട്. വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും വീഡിയോയിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് മതിൽ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മതിൽ മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 പില്ലറുകൾ വരുന്നുണ്ട്. വീടിൻ്റെ മുറ്റത്താണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. വലിയ സ്പേസ് നമുക്ക് കാണാം. ഇവിടെ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. മുറ്റത്ത് വെച്ചിരിക്കുന്നത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ്. അതിനിടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസ് വരുന്നതാണ്. നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തും അത്യാവശ്യം സ്പേസ് ഉണ്ട്. 5 സെൻറ്റ് ആയതുകൊണ്ട് തന്നെ ധാരാളം സ്പേസ് വീടിന് പുറകിലും സൈഡിലും ഒക്കെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആകുന്നു. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾക്ക് ശേഷം നമ്മൾ വന്നിരിക്കുന്ന വീടിൻ്റെ അകത്തേക്കാണ്. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് നല്ല നീളത്തിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അവിടെ വുഡൻ ഫിനിഷിലാണ് പെയിൻറ്റിങ് നൽകിയിരിക്കുന്നത്. 2 വശത്തും സ്റ്റെപ്പുകളും കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ വരുന്നത് ഇതാണ്. വലിയ ഒറ്റപ്പാടുകളുള്ള മെയിൻ ഡോറാണ് വരുന്നത്. തേക്കിൻ്റെ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. മഹാഗണി വുഡിലാണ് ഈ ഡോർ നൽകിയിരിക്കുന്നത്. വലിയ കട്ടിളകൾ നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന ലിവിങ് സ്പേസാണ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയയാണ്. 2 വശത്തും ജനലുകൾ നൽകിയിട്ടുണ്ട്. ഈ ജനലുകളുടെ അഴികൾക്കെല്ലാം പ്രത്യേകതയുണ്ട്. ഇത് SS അല്ല, സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത്. ഇത് അത്യാവശ്യം സ്പേസുള്ള ഒരു ഏരിയ തന്നെയാണ്. 4x2 വെട്രിഫൈഡ് ടൈലാണ് നൽകിയിരിക്കുന്നത്. അപ്പോക്സി വർക്കുകൾ ഇവിടെ വരാനുണ്ട്. മുകളിൽ ഫോൾ സീലിങ്ങിലേക്ക് നോക്കിയാൽ വുഡൻ ഫിനിഷിലുള്ള ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. കോവ് ലൈറ്റിങ്ങും അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ലിവിങ് സ്പേസിന് തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ ലിവിങ് ഏരിയയും തിരിക്കുന്നത് ഈ കാണുന്ന ആർക്കി ഡ്രൈവാണ്. ഇവിടെ നമുക്ക് ക്യൂരിയോ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുറേ സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഡൈനിങ് ഏരിയ. നല്ല നീളത്തിലുള്ള, നമുക്ക് നോക്കിയാൽ അറിയാം, നല്ല നീളത്തിലുള്ള വലിയ വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസാണ് ഇവിടെ വരുന്നത്. ഇവിടെ അതേപോലെയുള്ള ജനൽ 3 പാളി നൽകിയിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് നേരത്തെ കണ്ടതാണ്. അതേ ഫിനിഷിൽ തന്നെ ഇവിടെയും നൽകിയിട്ടുണ്ട്. വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. റെഡിമെയ്ഡ് ആയിട്ടുള്ള വരുന്ന വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടുന്ന വാഷ് കൗണ്ടറാണ്. വാനിറ്റി കൗണ്ടറൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് കിച്ചൺ വരുന്നത്. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് കാണാം. അവിടെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വുഡൻ ഫിനിഷിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ താഴെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. നല്ല ഗ്രിപ്പുള്ള ടൈലുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട്. അതെല്ലാം ഒരു ബ്ലൂ ഷെയ്ഡിലാണ് അതിൻ്റെ ലാമിനേഷൻ ഷീറ്റുകൾ നൽകിയിരിക്കുന്നത്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റൗ വരാനുള്ള സ്പേസാണ്. ഇവിടെ ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വർക്ക് ഏരിയ വേണമെങ്കിൽ പുറത്ത് ചെയ്തെടുക്കാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. പുറകുവശത്താണ് ഈ വീടിൻ്റെ കിണർ വരുന്നത്. ഇപ്പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് വർക്ക് ഏരിയ സ്പേസ്, വലിയൊരു സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആകുന്നുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുണ്ട്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ ഞാനുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഓരോ വശത്തും ഓരോ പാടിലെ ജനൽ വരുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് കണ്ട ആ ജനലാണ്. മുകളിൽ ചെറിയ ഫോൾ സീലിംഗ് വർക്ക്, വളരെ സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. പിന്നെ വാഷ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണിത്. അതിൻ്റെ ഡോറ് വരുന്നത് PVC ഡോറാണ്. ഈ വാഷ്റൂം നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വാഷ്റൂം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈലുകൾ ഗ്ലോസി ഫിനിഷിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്താണ് ക്ലോസറ്റ്, സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ. ഇവിടെ നമുക്ക് സെൻട്രൽ ഭാഗത്ത് തന്നെ ഷവർ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് വാഷ് ബേസിനും നൽകിയിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2ാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ ഞാനുള്ളത്. നല്ല നീളത്തിലുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 വശത്തും ജനലുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനലാണ് വരുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും നല്ല ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.
ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത് PVC ഡോറാണ്. നേരത്തെ കണ്ട അതേ ഡോർ തന്നെയാണ്. നല്ല നീളത്തിലുള്ള ബാത്റൂമാണ്. ഗ്ലോസി ഫിനിഷിലാണ് വാൾ ടൈൽ വരുന്നത്. ഇവിടെ സെറൈഡേത് തന്നെയാണ് സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാ ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്ത് ഷവർ വരുന്നുണ്ട്. ഇവിടെ വാഷ് ബേസിനും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റിന് പകരം ടൈല് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പർഗോള നൽകിയിട്ടുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വന്നത് ഈ കാണുന്ന സ്പേസിലേക്കാണ്. ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്ക് ബാൽക്കണി ഇവിടെ വരുന്നുണ്ട്. മുകളിൽ ഒരു ബെഡ്റൂമാണുള്ളത്, പിന്നെ യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. അതായത് നമുക്ക് ഈ ബെഡ്റൂം നോക്കാം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് സെയിം വലിപ്പം തന്നെയാണ് ഇവിടെ വരുന്നത്. ഒരേപോലെയുള്ള ഇത് തന്നെ വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും കാണാം. അതുപോലെ തന്നെ ബാത്റൂമും സ്പേഷ്യസ് ആണ്. ഡോറൊക്കെ നമ്മൾ കണ്ടതാണ് നേരത്തെ. അതേപോലെ തന്നെ PVC ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ബാത്റൂം കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. വലിയ ബാത്റൂം. വൈറ്റ് കളർ വാൾ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഡോറാണ്. യൂട്ടിലിറ്റി സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ നല്ല ഗ്രിപ്പുള്ള ടൈലുകളാണ്. വലിയ യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭാവിയിൽ നമുക്ക് 4 ബെഡ്റൂം ആക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ യൂട്ടിലിറ്റി സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടും വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ഇങ്ങോട്ട് വരുന്നത് കാണാം. ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ബാൽക്കണിയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഈ ഭാഗത്താണ് ബാൽക്കണി. നോക്കിയാൽ അറിയാം, ഈ ഭാഗത്തേക്ക് വന്നാൽ ഇതാണ് ബാൽക്കണി. അപ്പോൾ ഫുള്ള് ഇങ്ങനെ ചുറ്റി കിടക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു ബാൽക്കണി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഹാൻഡ് റെയിൽ MS-ലാണ് എടുത്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിലാണ് വരുന്നത്. ഇവിടെ ഒരു കവേർഡ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വീട്. ബഡ്ജറ്റ് വിലയിലാണ് ഈ വീട് വരുന്നത്. വീടിൻ്റെ വില നമുക്ക് താഴെ പോയി എന്ന് പറയും. 5 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു. നല്ല ഭംഗിയുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത്. ഇൻഫോ പാർക്കാണ് ഏറ്റവും അട്രാക്ഷൻ. ഏകദേശം ഒരു 9 കിലോമീറ്ററിൽ ഇൻഫോ പാർക്കിലേക്ക് എത്തിച്ചേരാം. പള്ളിക്കര ജംഗ്ഷനിലേക്ക് ഏകദേശം 1 കിലോമീറ്ററാണുള്ളത്. അതുപോലെ തന്നെ കിഴക്കമ്പലത്തേക്കും 1 കിലോമീറ്റർ തന്നെയാണ് നമുക്ക് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ വീടിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി.